മുഖത്തിന് നല്ല ഹൈഡ്രേഷനും കൂടി ഫീൽ ചെയ്യും കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് നിറച്ചും പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ആക്നേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ പുറത്ത് കിട്ടുന്ന ക്രീംസും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കാര്യം തയ്യാറാക്കിയിട്ട് പൊടിച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ പിമ്പിൾസും ആക്നേസ് ഒക്കെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പൊ എന്താണ് കാര്യം എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പേരയ്ക്കയുടെ കുറച്ച് ഇല എടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം വെയിലത്ത് തണൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ പേരയ്ക്കയുടെ പൊടി ഒരു ബൗളിലേക്ക് ഇടാം. ശേഷം 1/2 സ്പൂൺ തേൻ ചേർക്കാം. മുഖത്തിടാൻ പറ്റിയ ഒരു സ്ക്രബ് പാക്കിന്റെ പരുവത്തിൽ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് മാജിക് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നും കൂടിയാണ് ഈ പേരയ്ക്കയിലയുടെ പൊടി എന്ന് പറയുന്നത്. പേരയ്ക്കയിലയിൽ ധാരാളം ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആക്നേസിനെയും പിമ്പിൾസിനെയും പിന്നെ ലാർജ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ഒരു സ്ക്രബിങ്, ചെറിയൊരു മൈൽഡ് സ്ക്രബിങ് ഫോമിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേരയ്ക്കയിലേക്ക് എടുക്കുമ്പോൾ അതിനടിയിൽ പൂപ്പലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ല ഇലകൾ നോക്കി എടുക്കുക, പിന്നെ കിളിന്ത ഇലയൊക്കെ നോക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഉണക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഈ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ക്ലെൻസർ, ഫേസ് വാഷ്, അതിട്ട് നല്ലതുപോലെ കഴുകാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ എന്റെ മുഖം നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു തരി ഫോമിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളപ്പോ വേറെ സ്ക്രബിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു സ്ക്രബിങ്ങും കൂടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ തരികളല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള തരികളാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തേനാണെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ഡാർക്ക് സ്പോട്ട്സ് എടുത്തു കളയാനും നല്ല മോയ്സ്ചറൈസേഷൻ തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ആക്നീസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മൂക്കിന്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ധാരാളം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ സ്ക്രബ് ഉണ്ടല്ലോ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകുന്ന സമയമാകുമ്പോഴേക്കും ഈ പോർഷൻ വേണം നല്ല രീതിയിൽ ഒരച്ചൊരച്ച് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും നമ്മളിങ്ങനെ തങ്ങി നിന്നിട്ട് ചിലവരുടെ ഒക്കെ കണ്ടിട്ടില്ലേ, കറുത്ത കുത്തായിട്ട് ഇങ്ങനെ കാണുന്നത്, ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്കൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കാണാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഫേസിലുള്ളത് നല്ലതുപോലെ വലിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ ആ മുഖം ഞാൻ നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട്. നമ്മൾ തേനും ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ മുഖത്തിന് നല്ല ഹൈഡ്രേഷനും കൂടി ഫീൽ ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ട സമയം രാത്രിയാണ്. രാത്രി നമ്മളിത് ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം രാത്രി ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസറും കൂടി ഇതിന് പുറമെ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ രാത്രി കിടന്നിറങ്ങുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുഖത്തിന് എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാകും. അപ്പൊ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ.